ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനും ഏട്ടനും മാത്രമേ വീട്ടിലുള്ളൂ. അമ്മയും പപ്പയും തൃശ്ശൂർ പോയി, ഏച്ചിയും മക്കളും ഏട്ടൻ്റെ വീട്ടിലാണ്. അപ്പം ഇന്നങ്ങനെ പ്രത്യേകിച്ച് ഒരു പണികളും ഇല്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഏട്ടൻ പറഞ്ഞു നമുക്ക് പുറത്തേക്ക് പോവാം. നമ്മളെപ്പോഴും വീട്ടിൽ നിന്നല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എന്തെങ്കിലും ഉച്ചക്കോ അല്ലെങ്കിൽ രാത്രിയോ കഴിക്കാനല്ലേ പുറത്ത് പോക്ക്. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറേ കോഴിക്കോട് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കുഴപ്പമില്ല, പണിയെടുക്കണ്ടല്ലോ. പിന്നെ ഉച്ചക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് മതിയെന്ന് നമ്മൾ പ്ലാൻ ചെയ്തത്. വൈകുന്നേരം നമുക്കൊരു വിരുന്നുണ്ട്. പപ്പയുടെ ഏച്ചി ഉണ്ടല്ലോ, മൂത്തമ്മ. അപ്പം മൂത്തമ്മ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ വിരുന്നിന് വിളിച്ചിട്ടുണ്ടായിട്ടില്ല. മൂത്തമ്മക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോയതാണ്. അപ്പോൾ ഇന്ന് നമുക്കിപ്പം മുത്തമ്മേൻ്റെ വകയാണ് ഫുഡ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് എല്ലാവരും എത്തും. പപ്പയും അമ്മയും ഏച്ചിയും ഒക്കെ എത്തും, മക്കളൊക്കെ എത്തും. അങ്ങനെ എല്ലാവരും കൂടി പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടിലേക്ക് ആവുമോയെന്ന് അറിയില്ല, ഒന്നും ഉറപ്പായിരുന്നില്ല അത്. പക്ഷേ ഫുഡ് എന്തായാലും മുത്തമ്മേൻ്റെ വകയാണ്. അപ്പം ഇപ്പം ഞാൻ എണീറ്റ് ബ്രഷൊക്കെ ചെയ്തൊന്ന് മുഖമൊക്കെ കഴുകി വന്നതാണ്. അപ്പോൾ ഏട്ടനും എണീറ്റിട്ടുണ്ട്. ഇനി നമുക്ക് ഷടേന്ന് ഡ്രസ്സും മാറ്റി പുറത്തേക്ക് പോവാം. എവിടത്തേക്കാണ് പോകുന്നതെന്ന് തീരുമാനിച്ചിട്ടില്ല, അതൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം. റെഡിയായി ഇറങ്ങി. റെഡിയാവുക എന്ന് വെച്ചാൽ ജസ്റ്റ് ഹൈദിപ്പെട്ട അല്ലൊക്കെ ഏതോ ജസ്റ്റ് ഡ്രസ്സ് മാറ്റി ഒരു പൊട്ട് തൊട്ടിട്ടേ ഉള്ളൂ. വലിയ മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഫുഡ് കഴിച്ച് അതേപോലെ തിരിച്ചു വരും. നല്ല വെയിലാണ്. അയ്യോ, എനിക്ക് ഹെൽമെറ്റ് എടുക്കണം. നല്ല വെയിലാണ്. വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്. വീഡിയോ കാണുന്ന പോലെ ഭയങ്കര വെയിലായിരുന്നു, കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. പക്ഷേ കാർ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അഥവാ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് സൺഡേയും കൂടി ആണല്ലോ, നല്ല തിരക്ക് എന്തായാലും ഉണ്ടാവും ഏത് ഷോപ്പിലാണെങ്കിലും. അങ്ങനെയാണ് ബുള്ളറ്റ് പോയത്. അപ്പോൾ നമ്മൾ വഴിക്കെത്തിയപ്പോൾ നമുക്ക് തീരുമാനിച്ച് നമുക്ക് എഡേൽ ഹോട്ടലിൽ പോകാൻ. നമ്മളെ കുറ്റിച്ചിറയുള്ള എഡേൽ ഹോട്ടലിൽ നല്ല പൊറോട്ടയും ബീഫൊക്കെ കിട്ടുമല്ലോ. ചാമ്പ്യൻസും ഉണ്ട്, ചാമ്പ്യൻസ് നല്ലായിരുന്നു, അതിൻ്റെ പേര് അതേ തോന്നുന്നുണ്ട്. അതും ഉണ്ട് അതിൻ്റെ അടുത്ത്. പക്ഷേ നമ്മൾ രണ്ടാളും കൂടി ഒരുമിച്ച് ചാമ്പ്യൻസിൽ ഓൾറെഡി പോയിട്ടുണ്ട്. എഡേൽ രണ്ടാളും കൂടി പോയിട്ടില്ല. ഞാൻ ഓൾറെഡി പോയത് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പം നല്ല തിരക്കായിരുന്നു. കല്യാണ വീട്ടിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ആൾക്കാർ ബാക്കിൽ വന്ന് നിൽക്കൂലേ, എണീറ്റിട്ട് അടുത്ത ട്രിപ്പിന് ഇരിക്കേണ്ടിയിട്ട്, അതേ അവസ്ഥയായിരുന്നു. നമ്മൾ ലാസ്റ്റ് ഒരു ഗതിയില്ലാത്തതുകൊണ്ട് അങ്ങനെ നിന്ന് ഒരു സീറ്റൊക്കെ ഒപ്പിച്ച്. അപ്പോൾ നമ്മൾ പൊറോട്ടയൊക്കെ വെച്ചപ്പോൾ പറഞ്ഞ് പൊറോട്ട ഇല്ല, വെള്ളയപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എണീറ്റ് പോകാൻ പോയപ്പോഴാണ് അവർ പൊറോട്ട ഉണ്ട് എന്നിട്ട് പൊറോട്ട കൊണ്ടു തന്നു. അതിൻ്റെ കൂടെ തന്നെ നല്ല ബീഫൊക്കെ വാങ്ങി. പഴംപൊരി കണ്ട് കൊതിയായതുകൊണ്ട് ഒരു പഴംപൊരിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഓരോ ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, നല്ല തിരക്കായതുകൊണ്ട് വേഗം കഴിച്ച് എണീക്കാനാണ് നോക്കിയത്. ഓൾറെഡി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. ബീച്ചിൽ ആളും തിരക്കൊന്നും ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടുള്ള ബീച്ച് കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണേണ്ടിയിട്ട്. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പോൾ കാലാവസ്ഥയെല്ലാം കൂടി വെയിലൊക്കെ പോയി ഇരുണ്ട് മൂടി കെട്ടി കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇരുട് വീഡിയോയിലും കാണാനുണ്ട്. അവിടെ നിന്നൊന്നും സംസാരിക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. നമ്മൾ കുറേ സമയം കാത്തിരുന്നിട്ടാണ് സീറ്റ് കിട്ടിയത്. അതിങ്ങനെ എല്ലാവരും അടുത്തടുത്തിരിക്കുകയായിരുന്നു. സൺഡേ അല്ലേ, പിന്നെ തിരക്കിൻ്റെ കാര്യം പറയണ്ടല്ലോ. പക്ഷെ നല്ല ഫുഡായിരുന്നു. ആദ്യം നമ്മൾ ചോദിച്ചപ്പോൾ പൊറോട്ട ഇല്ലയെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ എണീറ്റ് പോകാൻ പോയപ്പോഴാണ് അവർ ആ ഉണ്ട് എന്നായിട്ട് തന്നത്. നല്ല പൊറോട്ട ചൂടോടെ കിട്ടി. ബീഫും പഴംപൊരിയും ഒക്കെ നല്ല ചൂടുണ്ടായിരുന്നു. വയറ് ഫുള്ളായി. ഇനിയിപ്പോൾ ഉച്ചക്കേക്ക് നമ്മൾ കഞ്ഞി വെക്കാനാണ് പ്ലാൻ ചെയ്തത്. കുത്തരി ഉണ്ടല്ലോ, കുത്തരീനെ കൊണ്ട് കഞ്ഞി വെക്കാം. രാത്രി എന്തായാലും പുറത്തുനിന്ന് കഴിക്കണ്ടല്ലേ. ഉച്ചക്ക് പിന്നെ ഹെവി ആയിട്ടൊന്നും വേണ്ടാന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇരിക്കട്ടെ, കാറ്റ് കൊണ്ടിട്ട്. നമ്മൾ വരുമ്പോഴൊക്കെ നല്ല വെയിലായിരുന്നു, ഇപ്പോഴാണ് ഇത് മാറിയത്. അപ്പം നല്ല മുഖമൊക്കെ ഇങ്ങനെ ചൂടെടുക്കുന്നത്, മുഖമൊക്കെ കഴുകണം. പിന്നെ അടിച്ച് വരാനുണ്ട്, മെഷീനിൽ തുണി കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് ആറിയിടണം. പിന്നെ കഞ്ഞി വെച്ചിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചതിൻ്റെ കുറച്ച് സമയം കിടന്ന് ഉറങ്ങാം. വൈകുന്നേരം പോകേണ്ടതല്ലേ. നല്ല വെയിലത്ത് വന്നുകൊണ്ട് ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോഴേക്ക് തലവേദന എടുക്കാനും തുടങ്ങും. അപ്പോൾ നോക്കട്ടെ. അങ്ങനെ പണിയൊക്കെ തീർത്തതിന് ശേഷം കുറച്ച് സമയം സിനിമയൊക്കെ കണ്ടിരുന്നു. ടൈറ്റാനിക് ആയിരുന്നു ഹോട്ട്സ്റ്റാറിൽ വെച്ചിട്ടുണ്ടായത്. കുറേ കാലങ്ങൾക്ക് ശേഷം ടൈറ്റാനിക് കണ്ടത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. ഇനി കുറച്ച് സമയം ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങി എണീക്കുമ്പോഴേക്ക് എല്ലാവരും വരും. കുളിച്ചപ്പം തന്നെ നല്ലൊരു ആശ്വാസമായി. മുഖമൊക്കെ കൂടി എന്താ പറയുക, ആകെ എന്തോ ഇരുട് പിടിച്ച പോലെ ഉണ്ടായിരുന്നത്. രാവിലെ പോയി വന്നിട്ട് തന്നെ പിന്നെ ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയില്ല, അങ്ങനെ ആ ഡ്രസ്സ് തന്നെ ഇരിക്കുക ചെയ്തതല്ലോ. കുടിച്ചപ്പോഴാണ് നല്ല ആശ്വാസമായത്. ഇപ്പം നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സമയം കിടന്ന് ഉറങ്ങണം. ഉറങ്ങട്ടെ, ബാക്കി ഉറങ്ങി എണീറ്റിട്ട് കാണാം. അപ്പം ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് കുറേ സമയമായി. ആരും എത്തിയില്ല. ദീപേട്ടൻ എന്തേ കുളിച്ചിട്ട് വന്നു.
ആരും എത്തിയില്ല. ഏച്ചി ഓൺ ദ വേ ആണ്. അമ്മയും കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അവിടെ വണ്ടി വെച്ചിട്ട് അവർ പോയത്. അപ്പോൾ അവിടുന്ന് വണ്ടി എടുത്ത് വന്നോളും. അവരൊക്കെ വന്നിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ടേക്ക് പോവുക. ദിബോട്ടിന് അധികം വർഷം ഇപ്പം അങ്ങോട്ടേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, മുത്തമ്മേൻ്റെ അടുത്തേക്ക്. അപ്പോൾ അവരെന്തായാലും വരട്ടെ. അങ്ങനെ ഒരു 7:45 തന്നെ ഏട്ടനും ഏച്ചിയും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം തന്നെ പപ്പയും അമ്മയും എത്തി. അങ്ങനെ അവർ ഫ്രഷൊക്കെ ആയതിനു ശേഷം നമ്മളിത് അങ്ങോട്ടേക്ക് പോയി. നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ, വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയൊന്നും എടുത്തില്ല. ദീപേട്ടന് ഓൾറെഡി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി അവിടെ എത്തി, കുറേ സമയം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിന്. പൊറോട്ട ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ നൈസ് പത്തിരി, പിന്നെ നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഒക്കെ മൂത്തമ്മ ഉണ്ടാക്കിയത് തന്നെയാണ് ചിക്കൻ കറിയൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ അത് അടുക്കളയിലേക്ക് നോക്കിയപ്പം ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു റെഡിയാക്കി വെച്ചിട്ട്. നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഇങ്ങനെ എനിക്കിപ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട്. പിന്നെ അതേപോലെ ബ്രെഡ് ഉണ്ടായിരുന്നു. ബ്രെഡ് പുറത്തുനിന്ന് വാങ്ങിയതാ. പിന്നെ നെയ്ച്ചോറ്. ഇത്രയും ഐറ്റംസ് ആണ് ഉണ്ടായത്. അങ്ങനെ ആദ്യത്തെ ട്രിപ്പിന് കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിരുന്നു. മക്കളെയൊക്കെ പിടിച്ച് ആദ്യത്തെ ട്രിപ്പിന് ഇരുത്തി. അവരൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം രണ്ടാമത്തെ ട്രിപ്പിന് നമ്മളൊക്കെ ഇരുന്ന്. ഞാൻ ആദ്യം കുറച്ച് ചിക്കൻ കറി, ഒരു നൈസ് പത്തിരി എടുത്ത് പിന്നെ ടേസ്റ്റ് നോക്കേണ്ടിയിട്ട് നെയ്ച്ചോറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഐസ്ക്രീം ഉണ്ടായിരുന്നു. അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളിതാ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. തിരിച്ചു പോയപ്പോൾ ഞാനും മക്കളും കൂടി ഏട്ടൻ്റെ കൂടെ വണ്ടിയിലേക്ക് കയറി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലെത്തി, ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.